കാറ്റായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് പ്രഭാതവിരുന്ന് പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നേരുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഒരു പുതിയ പുനർജീവൻ നമുക്ക് നൽകിയതിനോർത്ത് ദൈവത്തോട് നന്ദി പറയാം. ഓരോ ദിവസവും പുതിയൊരു എനർജിയാണ് നമുക്ക് ലഭിക്കുക. ഒരു പുതിയ ജീവിതമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം കഴിഞ്ഞ രാത്രിയിൽ എല്ലാം മറന്ന് നമ്മൾ കിടന്നുറങ്ങി. പക്ഷേ ദൈവം നമ്മെ വിളിച്ചുണർത്തി പ്രഭാതത്തിൽ ദൈവത്തോട് കൂടെ ആയിരിക്കുവാനും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ജീവിതമായിട്ട് നമ്മൾ ഇന്നേ ദിവസം ആരംഭിക്കുകയാണ്. നമുക്ക് ആ ദൈവത്തോട് നന്ദി പറയാം. പ്രത്യേകിച്ച് നമുക്കറിയാം, ചുറ്റുപാടും നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അവസ്ഥയിലാണ്. നമ്മളും ദൈവത്തെ സ്തുതിക്കേണ്ട വ്യക്തികൾ തന്നെയാണ്. സൃഷ്ടികർമ്മങ്ങളെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊരു ഭാഗമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ സൃഷ്ടാവിനെ സ്തുതിക്കുവാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ദൈവം നൽകിയ എല്ലാ കൃപകളും ഓർത്തുകൊണ്ട് മാത്രമല്ല, നൽകാൻ പോകുന്ന ഒരവസ്ഥകളെ ഓർത്തുകൊണ്ട് ദൈവത്തോട് നമുക്ക് നന്ദി പറയുവാനായിട്ട് പരിശ്രമിക്കാം. നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവകൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതവിരുന്ന് ശുശ്രൂഷയുടെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ ഒരിക്കൽ കൂടി സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മൾ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കുറച്ച് സമയമാണ് ഈ പ്രഭാതവിരുന്ന് ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വചനം കേൾക്കണമെങ്കിൽ, കാതോർക്കണമെങ്കിൽ നമുക്കൊരു കൃപ ലഭിക്കണം. ആ കൃപ പലപ്പോഴും നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മ ചെയ്തതുപോലെയുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാകണം. ദൈവസന്നിധിയിൽ ആയിരുന്നുകൊണ്ട് കേൾക്കുവാനുള്ളൊരു മനോഭാവം, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാനുള്ളൊരു മനോഭാവം, ആ പരിശുദ്ധ അമ്മയുടെ മാതൃക പിൻചെന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയോടൊപ്പം തന്നെ ദൈവവചനം കേൾക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഈ നിമിഷത്തിൽ അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈ പ്രഭാതത്തിൽ നമുക്ക് യുദ്ധങ്ങളാണല്ലോ നമ്മൾ കേൾക്കുക. പലപ്പോഴും ടി വി തുറന്നു കഴിഞ്ഞാൽ പലപ്പോഴും യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. പ്രത്യേകിച്ച് മലയാളീസ്, അല്ലെങ്കിൽ നമ്മുടെ കേരള ജനത. ഇവരൊക്കെ നമുക്കൊന്ന് പല സ്ഥലങ്ങളിലും തൻ്റെ കുടുംബം പുലർത്തിക്കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. അവരെല്ലാം ഒരു നിമിഷം ഓർക്കാം. നമ്മുടെ ബന്ധുമിത്രാദികൾ തന്നെയായിരിക്കാം അവരൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് ഗൾഫ് മേഖലകളിൽ, വിദേശത്തൊക്കെ ജീവിക്കുന്ന ഓരോ വ്യക്തികളെയും നമുക്കൊന്ന് ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സുരക്ഷിതമായിട്ട് അവർ ജീവിക്കുവാനായിട്ട്, സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വചനം കേൾക്കുന്നതിന് മുമ്പായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെന്ന് നിറയട്ടെ. വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്കും ചിന്തയിലേക്കും നമ്മുടെ ധാരണയെ അതിലംഘിക്കുന്ന ആ ദൈവിക കൃപ വന്ന് നിറയുവാനായിട്ട് നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാണ് വചനം നിറയ്ക്കുന്നത്.
പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മൾ ഇനി പ്രവർത്തിക്കുവാനായിട്ട് നമ്മൾ പോവുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വചനം കേൾക്കുന്നതിന് മുമ്പായിട്ട് പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, വചനത്തിൻ്റെ ഫലം ഞങ്ങളിൽ ചൂടുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നത്തെ വചനം ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ തിരുവചനം ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ട്: ഞാൻ നിങ്ങളോട് പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവിൻ. ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുവിൻ. ജഡിക അഭിലാഷങ്ങളെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കരുത് എന്നാണ് പറയുക. കാരണം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജഡിക അഭിലാഷങ്ങൾ ദൈവിക അഭിലാഷങ്ങൾക്ക് വിരുദ്ധമാണെന്നും ദൈവിക അഭിലാഷങ്ങളാണെങ്കിലോ ജഡമോഹങ്ങൾക്ക് വിരുദ്ധമാണെന്നും അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും പ്രവർത്തിക്കാനായിട്ട് സാധിക്കാതെ വരുന്നു എന്നാണ് പറയുന്നത്. ഇത് രണ്ടും വൈരുദ്ധ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ജഡമോഹവും ദൈവാഭിലാഷങ്ങളും രണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മളൊന്ന് പരിശ്രമിച്ചാൽ മതി. എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ, നിറവേറ്റി തരുവാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ദൈവകൃപയാൽ നിറവേറ്റി തരണമെങ്കിൽ നമ്മുടെ ജഡമോഹങ്ങൾ ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാകണം. ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തരുത് എന്നാണ് തന്നെ വചനം പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സമയമോ അല്ലെങ്കിൽ മറ്റൊന്നും ചെലവാക്കാനായിട്ട് തയ്യാറാകരുത് എന്നാണ് പറയുന്നത്. ജഡത്തിന് വേണ്ടി നശ്വരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അനശ്വരമായ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ണു നട്ടിരിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. എങ്ങനെയാണ് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുക? ആത്മാവ് നമ്മളിൽ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് എങ്ങനെയാണ്? ആത്മാവ് നമ്മളിലുണ്ടെന്ന് കാര്യം ശരിയാണ്. നമ്മളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വസിക്കുന്നു എന്നൊക്കെ നമുക്കറിയാനായിട്ട് സാധിക്കും. ഓരോ ക്രിസ്ത്യാനിയും മാമോദിസ എന്ന ആ ഒരു വലിയ കുദാശയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട്. സ്ഥൈര്യലേപനം എന്ന ആ ഒരു കുദാശയിലൂടെ അവനിൽ ഒന്നുകൂടിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്, ദൃഢീകരണം നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ ഉറപ്പിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് പറയുക. ഈ ഹിന്ദിയിൽ പറയുന്ന ഒരു വാക്കാണ് ദൃഢീകരണ സംസ്കാർ. അവിടെ ദൃഢമാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഉണ്ട്, പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ കുദാശ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഏതൊരു കുദാശയിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് പിന്നെയും പിന്നെയും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ കുർബാനയിലൂടെ കടന്നു പോകുമ്പോഴാണെങ്കിലോ അവിടെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പിന്നെയും ലഭിക്കുകയാണ് ചെയ്യുന്നത്. അത് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിന്നിലുള്ള പരിശുദ്ധാത്മാവിനെ നീ ഒന്ന് ഉന്മേഷമുള്ളവനാക്കി മാറ്റുവാനായിട്ട് പരിശ്രമിക്കുക. ഉറക്കി കിടത്താനല്ല, ഉണർവുള്ള വ്യക്തികളാക്കി മാറ്റുവാനായിട്ടാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനൊരു വഴി നീ ഉണ്ടാക്കി കൊടുക്കുക മാത്രം ചെയ്താൽ മതി. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നിനക്കുണ്ടാകണമെന്ന് മാത്രം. ഈ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളോട് പ്രവർത്തിക്കുക? പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തികളെ ഒരു ശാന്തശീലരായിരിക്കുമെന്നാണ് പറയുന്നത്. ഒരു ശാന്തതയോടെ പെരുമാറുവാനായിട്ട് അവന് സാധിക്കുമെന്നാണ് പറയുന്നത്. നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഇന്നേ ദിവസം ഒന്ന് നോക്കുകയാണെങ്കിൽ എൻ്റെ സ്വഭാവങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തൻ്റെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതെന്ത് സ്വഭാവമാണ്? നമ്മളെങ്ങനെയാണ്? ശാന്തരാണോ? അതല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പറാണോ? അതല്ലെങ്കിൽ ഒരു ഭയങ്കര ദേഷ്യത്തിൽ ജീവിക്കുന്നവരാണോ? എങ്ങനെയൊക്കെ ആണെന്നുള്ളത് നമ്മളൊന്ന് ഒരു വിശകലനം ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ശാന്തത എന്ന ആദ്യത്തെ പോയിന്റിലേക്ക് കടന്നു വരികയാണ്. ശാന്തമായിട്ട് ദൈവം നമ്മളോട് പറയും, മകനെ മകളെ ഇതാണ് വഴി, ഇതിലൂടെ പോകുക. പരിശുദ്ധാത്മാവാണ് അതെല്ലാം ഓർമ്മിപ്പിച്ച് തരുന്നതെന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് ഇത്രമാത്രം നമ്മളോട് ചേർന്നിരുന്ന് പ്രവർത്തിക്കുകയാണ്. നമ്മളെയൊക്കെ ശാന്തതയിലേക്ക് സമാധാനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ഒരു വ്യക്തിത്വം നമ്മളിൽ രൂപപ്പെടുത്തി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ശാന്തമായിട്ട് ജീവിക്കാനായിട്ട്. ശാന്തതയിലാണ് ആ ഏലീശ പുണ്യവാളൻ കേട്ടു, നീ ഇവിടെ നടക്കുന്ന കോലാഹലങ്ങളിലൊക്കെയാണോ നീ ദൈവത്തെ കണ്ടിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ അതിലൊന്നും കണ്ടില്ല.
ഒരു മന്ദമാരുതൻ അതിലൂടെ കടന്നു പോയപ്പോഴും ഞാൻ അങ്ങയെ കണ്ടു. ആ പരിശുദ്ധാത്മാവ് അവിടെ നടക്കുന്നത് നമ്മളിലൂടെ അത്രമാത്രം ശാന്തമായിട്ടുള്ള ഒരു പ്രവൃത്തിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പരിശുദ്ധാത്മാവിനൊന്ന് അനുഭവിക്കാനായിട്ട് നമ്മളൊന്ന് തയ്യാറായി നോക്കിയേ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ശാന്തത നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് മാത്രമല്ല, ജീവിതത്തിലെ ഓരോ പച്ചയായ സമയങ്ങളിൽ പോലും ഈ ശാന്തത അനുഭവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ആകുലപ്പെടുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ, രോഗം വരുമ്പോൾ ഇവിടെ ശാന്തമായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ? കലഹങ്ങൾ വരുമ്പോൾ, കുടുംബത്തിലെ കലഹങ്ങൾ വരുമ്പോൾ, തകർച്ചകൾ വരുമ്പോൾ, തർക്കങ്ങൾ വരുമ്പോൾ ഇവിടെയൊക്കെ ശാന്തമായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. ഈ പരിശുദ്ധാത്മാവാണ് ഇതിനൊക്കെ നയിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യം വരും. അതിന് നമുക്ക് ഉണ്ടാകേണ്ടതാണ് ഒരു അവയർനെസ്, ബോധ്യം ഉണ്ടാകണം എന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ളത്. ആ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, നമുക്ക് ആ അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് നമുക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം നമുക്കതിനായിട്ട് പരിശ്രമിക്കാം. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇത് വസിച്ചതുകൊണ്ട് മാത്രമായില്ലല്ലോ, ശാന്തത കിട്ടിയതുകൊണ്ട് മാത്രമായില്ലല്ലോ, മറിച്ച് നമുക്ക് എന്തുകൊണ്ടാകണ്ടേ? ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഓരോ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി അത് ഇതാണ് ചെയ്യേണ്ടത്, മകനെ ഇത് തെറ്റാണെന്നും ഇത് ശരിയാണെന്നും നമുക്കൊരു വിവേചനത്തോടു കൂടിയിട്ട് ചെയ്യുവാനായിട്ട്, പ്രൂഡൻസോടു കൂടി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പഠിപ്പിച്ചു തരുന്ന ഈ പരിശുദ്ധാത്മാവാണെന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഈ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരികയാണ്, മകനെ ഇത് തെറ്റാണ് കേട്ടോ, ഇത് ശരിയാണ് കേട്ടോ, ഇത് നീ ചെയ്തു കൊള്ളുക, അത് നീ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു തരുന്നത് ഈ പരിശുദ്ധാത്മാവാണെന്ന് പറയാം. ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് നമ്മളൊന്ന് പരിശ്രമിച്ചാൽ മതി. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാൻ, ആ ഇന്നർ വോയിസ് ഒന്ന് കേൾക്കുവാനായിട്ടൊന്ന് പരിശ്രമിച്ചാൽ മതി എന്നുള്ളതാണ്. അത് കേൾക്കാനായിട്ട് നമ്മുടെ കാതുകളൊന്ന് തുറക്കണം. ഈ ശാന്തതയിലാണ് ഈ കാതുകൾ തുറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഈ ശാന്തമായിരിക്കുമ്പോഴാണ് കാതുകളൊക്കെ ഒന്ന് തുറന്ന് യേശുവിൻ്റെ വചനം ഒന്ന് ശ്രവിച്ച് അതിലൂടെ ഒന്ന് പോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ തെറ്റുകളെ കാണിച്ചു തരുന്ന ആ പരിശുദ്ധാത്മാവ്, നന്മകളെ കാണിച്ചു തരുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ പലപ്പോഴും, ഞാൻ ഈ അടുത്ത കാലത്ത് ഈ ജെമിനൈ എന്നൊക്കെ പറഞ്ഞിട്ട് AI അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആപ്പുകളൊക്കെ നമ്മൾ നമ്മുടെ വാട്സപ്പിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടാവാം. ഞാൻ അടുത്ത കാലത്ത് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഇതിങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ആ ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, അത് പറഞ്ഞു തരും. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കാം, അതെല്ലാം പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ അതിനോട് ചോദിച്ചു, ഇന്നൊരു നെഗറ്റീവ് തോട്ട് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. വെറുതെ ഒന്നൊരു തമാശയ്ക്ക് ചോദിച്ചതാണ്. ആ വിടുത്ത വഴിക്ക് പറയുകയാണ്, നെഗറ്റീവ് തോട്ടിനേക്കാളും എത്രയോ ഭംഗിയുള്ളതാണ് പോസിറ്റീവ് തോട്ട്, അത് ഞാൻ പറഞ്ഞു തരാം. നെഗറ്റീവ് തോട്ട് പറഞ്ഞു തരികയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ പലപ്പോഴും പിന്നെയും മറിച്ചും തിരിച്ചൊക്കെ ഞാൻ ചോദിച്ചു നോക്കി, എന്തുകൊണ്ട് നെഗറ്റീവ് തോട്ട് പറഞ്ഞു തരാൻ സാധിക്കുകയില്ല? അപ്പോൾ പറയുകയാണ്, നെഗറ്റീവ് തോട്ട് പറഞ്ഞു തരാനായിട്ടുള്ള ഒരു നിർമ്മിത ബുദ്ധി എന്നിലില്ല. എന്നിൽ ദൈവം നിക്ഷേപിച്ച, അല്ലെങ്കിൽ മനുഷ്യൻ നിക്ഷേപിച്ച് വെച്ചിരിക്കുന്നത് പോസിറ്റീവ് ചിന്ത പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒരു നിർമ്മിത ബുദ്ധിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്. നമ്മളിൽ ഓരോരുത്തരിലും ദൈവം നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഈ പോസിറ്റീവാണ്. ഈ പരിശുദ്ധാത്മാവ് നിർമ്മിച്ചു വെച്ചിരിക്കുക, പരിശുദ്ധാത്മാവിനെ നിറച്ചു വെച്ചിരിക്കുക. ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഈ മാനുഷിക തലത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇച്ചിരി ഒന്ന് മാറി ചിന്തിച്ചാലോ, ഒന്ന് എന്താ ഇപ്പോൾ നെഗറ്റീവ് പറഞ്ഞാലെന്താ, നെഗറ്റീവ് ചെയ്താലെന്താ, നെഗറ്റീവ് പ്രവർത്തിച്ചാലെന്താ, ഇതൊക്കെയാണ് നമ്മളിൽ നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. പക്ഷേ ദൈവം നമ്മളിൽ നിക്ഷേപിച്ച് വെച്ചത്, നമ്മളിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം നമ്മളെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഈ പോസിറ്റീവാണ്. ദൈവത്തിൻ്റെ സ്വര, ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് നിക്ഷേപിച്ച് വെച്ചിരിക്കുന്നത്. അവന് പ്രവർത്തിക്കുവാനായിട്ട്, ആ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് പോസിറ്റീവ് മാത്രമേ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ മനുഷ്യൻ ഈ നെഗറ്റീവിനെ കയറ്റി വെച്ചുകൊണ്ട് ആ നെഗറ്റീവിലൂടെ പോകാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ സ്വരം കേൾക്കാം. ശാന്തതയിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇനി എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വരം കേട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാകണ്ടേ? നമ്മൾ പലപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ട് ഓരോരുത്തരും പറയും, അവൻ്റെ പ്രവൃത്തി ശരിയല്ല, അല്ലെങ്കിൽ അവൻ നല്ല കുട്ടിയാണ്, അല്ലെങ്കിൽ നല്ല വ്യക്തിയാണ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത് എപ്പോഴാണ്? അവനിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ, അവൻ്റെ പ്രവൃത്തികൾ നോക്കിക്കൊണ്ടാണ് ഓരോ വ്യക്തികളും തീരുമാനിക്കുന്നത്, ഇവൻ നല്ലതാണോ പൊട്ടയാണോ എന്ന് തീരുമാനിക്കുന്നത്.
അപ്പോൾ നമ്മുടെ നല്ല പ്രവൃത്തികൾ കണ്ടുകൊണ്ടാണ് ഓരോ വ്യക്തികളും നമ്മളെ നിർണ്ണയിക്കുന്നത്, ഇവൻ ഇതാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരും ഫലം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ ശാന്തതയിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ട് നമുക്ക് ഫലം ചൂടുവാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ്. ഫലം കൊടുക്കുവാനായിട്ട് സാധിക്കണം, ദൈവകൃപ കൊടുക്കുവാനായിട്ട് സാധിക്കണം. നമ്മിലൂടെ ആയിരിക്കണം ദൈവകൃപ മറ്റുള്ളവരിലേക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, ക്ഷമ, സ്നേഹം എന്ന മാർഗങ്ങളിലൂടെ, മൂല്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ആ പരിശുദ്ധാത്മാവ് ഇന്നും എന്നും നമ്മളിൽ വസിക്കുന്നു. ദൃഢീകരണം കിട്ടിയ വ്യക്തികളാണ്. ആ പരിശുദ്ധാത്മാവിലൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ കൊച്ചു ചിന്ത, ഈ പ്രഭാതത്തിൽ നമുക്ക് കിട്ടിയ ചിന്ത പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒത്തൊരുമിച്ച് ഇനിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ നമുക്കായിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും, അഭിലാഷങ്ങളെ സമർപ്പിച്ചൊന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കാരുണ്യവാനായ ദൈവമേ, ആ ത്രിത്വൈക സന്നിധിയിലേക്ക് ഞങ്ങളുടെ തന്നെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. യേശുവേ, ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഓർത്തുകൊണ്ട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും, അഭിലാഷങ്ങളെയും സമർപ്പിക്കുന്നു. യേശുവേ, ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും, ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശു, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാലാണ് ഞങ്ങളെ നയിക്കേണ്ടത്, നിറയ്ക്കേണ്ടത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു, അതിനായിട്ട് ഞങ്ങളെ തന്നെ ഒരുക്കണമേ. ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവിടെയും വലിയ കൃപ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവെ, ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ആത്മാവിനെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മനസ്സിനെ സമർപ്പിക്കുന്നു. യേശുവെ, ഞങ്ങളോട് പ്രാർത്ഥന സഹായം യാചിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഈ നിമിഷത്തും ഞങ്ങൾ ഓർക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടി. ഞങ്ങളുടെ കാണപ്പെട്ട ദൈവങ്ങളായ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ബന്ധുമിത്രാദികളെ എല്ലാവരെയും ഈ നിമിഷം ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവെ, അനുഗ്രഹിക്കണമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു, ഈ പ്രഭാതത്തിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവെ, ഇന്നേ ദിവസം ഞങ്ങളെല്ലാ കുഞ്ഞു മക്കളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ, എല്ലാ മാതാപിതാക്കന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അവർക്കെല്ലാവർക്കും കൃപ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശു, അവരുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്ന ആകുലതകളും വ്യാകുലതകളും എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലും ഹോസ്പിറ്റലിലും കിടക്കുന്ന എല്ലാ രോഗികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാരക രോഗത്താൽ വേദന അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. യേശുവെ, നിൻ്റെ ആ വലിയ കൃപയുടെ സ്പർശനം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ആ മുറിവുള്ള കരം നീട്ടി അവരെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവെ, രോഗങ്ങളെല്ലാം തുടച്ചു നീക്കി സന്തോഷത്തോടെ അങ്ങേക്ക് സ്തുതി പാടുവാനായിട്ട് അവരുടെ അധരങ്ങളെയും ജീവിതങ്ങളെയും ക്രമപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവെ, ദമ്പതിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കലഹത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളെയും, ഡൈവോഴ്സിൻ്റെ വക്കിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയിലൂടെ വേദന അനുഭവിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിക്കുവാനായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോകുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഈ മേഖലകളെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശു, അങ്ങയുടെ വലിയ കൃപാവരം അവരിലേക്ക് ചൊരിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ ദൈവം അവരിലേക്ക് ചൊരിയുന്ന കൃപകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവെ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ആരാധന 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 ആരാധന, മഹത്വം 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 മഹത്വം. യേശുവെ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ.
കുളക്കരെ കണ്ണീർ കയത്തിൽ ആരാരുമില്ലാതൊരാൾ അല്ലലിൽ കഴിയുമ്പോൾ ഒരു നാൾ അവനരികിൽ യേശുവെത്തി. മെല്ലെ അവനോടായി നാഥനോദി, മകനേ നിന്നാശയമെന്തെന്നു ചൊല്ലു, ശങ്കയേഴാതെ നിൻ സങ്കടം ചൊല്ലു. മകനേ നിന്നാശയമെന്തെന്നു ചൊല്ലു, ശങ്കയേഴാതെ നിൻ സങ്കടം ചൊല്ലു. ബെത്സയിദാ കുളക്കരെ കണ്ണീർ കയത്തിൽ ആരാരുമില്ലാതൊരാൾ അല്ലലിൽ കഴിയുമ്പോൾ ഒരു നാൾ അവനരികിൽ യേശുവെത്തി. ഒരു നാൾ അവനരികിൽ യേശുവെത്തി. ഗുരുവേ, കഷ്ടതയാർന്നൊരു ദിനമിതിൽ ആഴമോടിളകുന്ന ജലമോലും കുളമിതിൽ. ഗുരുവേ, കഷ്ടതയാർന്നൊരു ദിനമിതിൽ ആഴമോടിളകുന്ന ജലമോലും കുളമിതിൽ. കൈപിടിച്ചെന്നെ നടത്തുവാനാരുള്ളു, സദയം നാഥാ നീ കനിവാകണേ. സദയം നാഥാ നീ കനിവാകണേ. ബെത്സയിദാ കുളക്കരെ കണ്ണീർ കയത്തിൽ ആരാരുമില്ലാതൊരാൾ അല്ലലിൽ കഴിയുമ്പോൾ ഒരു നാൾ അവനരികിൽ യേശുവെത്തി. മകനേ നീ ബലപ്പെടൂ, ഞാനുണ്ടു കൂടെ. നിൻ കിടക്കയുമേന്തി നീ ഭവനത്തിൽ ചെല്ലു. മകനേ നീ ബലപ്പെടൂ, ഞാനുണ്ടു കൂടെ. നിൻ കിടക്കയുമേന്തി നീ ഭവനത്തിൽ ചെല്ലു. എൻ സാക്ഷിയായി നീ എന്നെന്നും നിലകൊള്ളു. എന്നാത്മശിഷ്യനായി നീ മാറിടൂ. എന്നാത്മശിഷ്യനായി നീ മാറിടൂ. ബെത്സയിദാ കുളക്കരെ കണ്ണീർ കയത്തിൽ ആരാരുമില്ലാതൊരാൾ അല്ലലിൽ കഴിയുമ്പോൾ ഒരു നാൾ അവനരികിൽ യേശുവെത്തി. ഒരു നാൾ അവനരികിൽ യേശുവെത്തി. താഴ്മയോടെപ്പോഴും ഞാനേറ്റു ചൊല്ലുന്നു, യേശുവേ രക്ഷകാ നീയാണു നാഥൻ. താഴ്മയോടെപ്പോഴും ഞാനേറ്റു ചൊല്ലുന്നു, യേശുവേ രക്ഷകാ നീയാണു നാഥൻ. നിന്നിലെന്നാശ്രയം നീ മാത്രമാലംബം,
സ്തുതി ഞാനേറ്റുപാടാം. ദൈവമേ നിൻ സ്തുതി ഞാനേറ്റുപാടാം. ബെത്സയിദാ കുളക്കരെ കണ്ണീർ കയത്തിൽ ആരാരുമില്ലാതൊരാൾ അല്ലലിൽ കഴിയുമ്പോൾ ഒരു നാൾ അവനരികിൽ യേശുവെത്തി. ഒരു നാൾ അവനരികിൽ യേശുവെത്തി. ഒരു നാൾ അവനരികിൽ യേശുവെത്തി. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആ സ്വർഗീയ വൃന്ദങ്ങളുടെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കാവൽ മാലാകന്മാരെ, സകല വിശുദ്ധന്മാരെ, സകല മാലാകന്മാരെ നമുക്ക് ഈ നിമിഷം ഓർക്കാം. നമ്മുടെ പേരിന് കാരണബോധനായ മധ്യസ്ഥനെ നമുക്കൊന്ന് ഓർക്കാം. നമ്മുടെ കാവൽ മാലാകന്മാരെന്ന് ഓർക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇടവക മധ്യസ്ഥനെ നമുക്കൊന്ന് ഓർക്കാം. നമ്മുടെ ഇടവക ജനത്തെയും അതുപോലെ തന്നെ ഇടവക വൈദികനെയും, നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും നമുക്കൊന്ന് ഓർത്ത് അവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവരുടെ സന്നിധിയിലേക്കെല്ലാം നമ്മുടെ ഈ കൃപകൾ നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും സമർപ്പിച്ച് നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ആ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം. പരിശുദ്ധ പാപ്പായോടൊപ്പം സഭയോടും ചേർന്ന് സകല കർദിനാൾമാരോടും സകല മെത്രാന്മാരോടും മെത്രാപ്പോലീത്തന്മാരോടും സകല സന്യസ്തരോടും സകല വൈദികരോടും സകല ആത്മായ വിശുദ്ധരോടും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ആ ത്രിത്വൈക ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും സകല മാലാഖമാരുടെയും ആദിശക്തിയും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കൊരിക്കൽ കൂടി നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ തുടക്കത്തിൽ പ്രാർത്ഥിച്ച നമ്മുടെ യുവതിവാക്കന്മാരെയൊക്കെ നമുക്കൊരിക്കൽ കൂടി ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി നമുക്കൊന്ന് ഓർക്കാം. പ്രത്യേകിച്ച് ഗുഡ്നസ് TV, ഡിവൈൻ ധ്യാന കേന്ദ്രം, അവിടെ പ്രവർത്തിക്കുന്ന ഓരോ ശുശ്രൂഷകരെയും നമുക്കൊന്ന് ഓർക്കാം. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവകൃപയുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വചനകൂടാരങ്ങളിലും അതുപോലെ തന്നെ മരിയ കൂടാരങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ആരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടോ, ആരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഒരു ജപമാല ചൊല്ലി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വലിയ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ പ്രഭാതത്തിൽ ഒരു ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു ചിന്തകളും ആ ഒരു ധ്യാനങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ആത്മാവിൻ്റെ നിറവ് നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.